സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. എല്ലാവർക്കും നമസ്കാരം. ചില കഥകൾ അങ്ങനെയാണ്, കാണുന്നതിനും കേൾക്കുന്നതിനും അപ്പുറത്തേക്ക് അനുഭവം സാധ്യമാകുന്ന എന്തോ എന്ന് ആ കഥയിലുണ്ടാകും. അങ്ങനെ കണ്ട പ്രേക്ഷകന് വീണ്ടും വീണ്ടും കാണുവാൻ കൊതി തോന്നുന്ന, എന്തൊക്കെയോ മനസ്സിലേക്ക് തള്ളിക്കയറി വരുന്ന ബൈ 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 ബാസിലേക്ക്, ആ നാടകം തീർത്ത മാജിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ആ നാടകത്തെ നമ്മുടെ മുന്നിലേക്ക് അത്ര ഗംഭീരമായി പകർന്നാടിയ അഭിനേതാക്കളും ആ നാടകത്തിനെ ബാക്ക് ബോൺ എന്ന് പറയുന്ന നമ്മുടെ റോഷൻ മാത്യുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. താങ്ക് യു സോ വെരി മച്ച് ഗൈസ് ഫോർ ജോയിനിങ് us. താങ്ക് യു. ബിഗ് വെൽക്കം. എല്ലാവർക്കും ഒരു വലിയ ആശംസ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ബിക്കോസ് പ്ലേ കണ്ട ആളെന്നുള്ള നിലയ്ക്ക് എൻ്റെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞാൻ ഇതുവരെ ഒരു പ്രൊഫഷണൽ നാടകം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിറഞ്ഞ സദസ്സിൽ നിങ്ങളുടെ പെർഫോമൻസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് നെക്സ്റ്റ്, ഒരിക്കൽ കൂടി ഒന്ന് കാണാൻ തോന്നുന്ന എന്തോ ഒന്ന് തീർച്ചയായിട്ടും ബൈ ബൈ ബൈപ്പാസിലുണ്ടായിരുന്നു. ബൈ ബൈ ബൈപ്പാസിലേക്ക് എത്തിയത് എങ്ങനെയാണ് റോഷൻ? ഇല്ല, ഒരു നാടകം ചെയ്യണമെന്ന് ഒത്തിരി നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ചെയ്തിട്ട് ഒരു 5-6 വർഷമായിട്ടുണ്ടായിരുന്നു. ശാന്തിയൊക്കെ അതിലുണ്ടായിരുന്നു, ദർശനം അതിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെ ഇടയ്ക്കിടെ ഡിസ്കസ് ചെയ്യുമായിരുന്നു ഒരെണ്ണം കൂടി ചെയ്യണം എന്നുള്ളത്. അതിന് പറ്റിയ എല്ലാവരും എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു ഐഡിയ കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ അത് കിട്ടിയ ഉടനെ ഇവരെല്ലാവരുമായിട്ട് ഷെയർ ചെയ്തു. എല്ലാവരും അതിൽ എക്സൈറ്റഡ് ആയി. അങ്ങനെ വർക്ക് തുടങ്ങി. പിന്നെ ചെയ്ത് വന്നപ്പോൾ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങി നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സാധനം. അങ്ങനെ ഒരു കൊളാബറേറ്റീവ് വർക്കായിട്ട് തന്നെ ഉണ്ടായി വന്ന ഒരു സാധനം. തുടക്കത്തിൽ ഒരു ഐഡിയ, വെരി സിംപ്ലി പോയിട്ട് ഒരു നാടകം ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ബേസിക് ത്രെഡ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുന്ന ഒരു സംഭവത്തിൽ നിന്ന് കിട്ടിയ ഒരു ബേസിക് ത്രെഡ്. ഈ അത്തിമൂട്ടിൽ ഫാമിലി എന്ന് പറയുന്നതും ഈ 3 കസിൻസുമാണ് കംപ്ലീറ്റ് പ്ലേ കൊണ്ടുപോകുന്നത് അല്ലേ? അത്തിമൂട്ടിൽ ഫാമിലിയിൽ അതെങ്ങനെയായിരുന്നു, ആ ത്രെഡ് എങ്ങനെയായിരുന്നു വന്നത്? അത് ഞാൻ കുറേയൊക്കെ എൻ്റെ ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെയുള്ള ഒരു ഇൻസ്പിറേഷനാണ്. എനിക്ക് എന്നെക്കാൾ മൂത്തൊരു 9 കസിൻസ് ഉണ്ടായിരുന്നു. ഞാനായിരുന്നു ഏറ്റവും ഇളയത്. അപ്പം ഞാൻ എൻ്റെ കസിൻ സിസ്റ്റേഴ്സിൻ്റെ കൂടെയാണ് കൂടുതൽ സമ്മർ ഹോളിഡേയ്സ് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു ഐഡിയ. പക്ഷെ ഇവരെല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പം എല്ലാവർക്കും സിമിലർ റിലേറ്റബിൾ ചൈൽഡ്ഹുഡ് കഥകളുണ്ടായിരുന്നു. ആ കഥകളിലെല്ലാം ഇതുപോലൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ബൈ ബൈ ബൈപ്പാസ് ഉണ്ടായത്. തുമ്പിയിലേക്ക് വരികയാണെങ്കിൽ തുമ്പിയുടെ പെർഫോമൻസ് എപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് ഈ കണ്ണിങ്ങനെ ബൾബ് പോലെ മിന്നേ എന്ത് രസമായിരുന്നു തുമ്പി. തുമ്പീനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒബ്വിയസ്ലി നിങ്ങളെല്ലാവരും കുറേ അധികം, എനിക്ക് തോന്നുന്നു ഒരു 3 മാസത്തിന് മേലെ തന്നെ പ്രാക്ടീസും കാര്യങ്ങളും എല്ലാമായിട്ട് പോയി, റൈറ്റ്? പക്ഷെ തുടക്കത്തിൽ നിന്ന് അവസാനം ആ തിയേറ്ററിലേക്ക് ഫസ്റ്റ് സ്റ്റേജിലേക്ക് കയറുമ്പോൾ എന്ത് ഡിഫറൻസാണ് തുടക്കത്തിൽ നിന്ന് ഇവിടെ വരയ്ക്കും ഒന്ന് പറയാൻ പറ്റുക? തുമ്പിക്ക് ഏറ്റവും വലിയ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, തുമ്പി ആക്ച്വലി ഈ കാസ്റ്റിലുള്ള എല്ലാവരും തുമ്പി പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിത് കാസ്റ്റിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ ആക്ടേഴ്സും പ്ലേ ചെയ്ത് അത് കണ്ടുപിടിക്കാൻ എല്ലാവരും കൂടിയാണ്. അപ്പം ഞാൻ എല്ലാവരുടെയും കണ്ടുപിടുത്തങ്ങൾ ഫൈനലി ഞാൻ സ്റ്റേജിൽ പ്ലേ ചെയ്തു എന്നേ ഉള്ളൂ. സോ തുമ്പി ഈസ് ആസ് മച്ച് ദ ഹോൾ ഓൺസോംബിൾ ആസ് ഇറ്റ് ഈസ് മൈൻ. അപ്പോൾ എനിക്ക് ഓരോ ചില ലൈൻ പറയുമ്പോൾ ഇത് ഒറിജിനലി പറഞ്ഞ ആക്ടറിനെ എനിക്ക് ഓർമ്മ വരും. അങ്ങനെ അവരെങ്ങനെയാണ് അത് ചെയ്തത്. അപ്പം എനിക്കൊരു പീസ് ആയിട്ട് ഇനി 10-12 പേര് പെർഫോം ചെയ്ത തുമ്പീനെയാണ് ഞാൻ ഫൈനലി സ്റ്റേജിൽ പെർഫോം ചെയ്തത്. അത് ഈ എക്സ്പീരിയൻസ് ഒരു തുടങ്ങിയപ്പോൾ തൊട്ട് കുട്ടികളെ എക്സ്പ്ലോർ ചെയ്യലായിരുന്നു ഐ തിങ്ക് ആർ ബിഗ്ഗസ്റ്റ് വർക്ക്. അപ്പോൾ ഈ ഇനിഷ്യൽ റിഹേഴ്സൽസ് ടൈം എല്ലാം ഗെയിംസും പിള്ളേർ കളിക്കുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ക്രിക്കറ്റ് കളിക്കും എല്ലാം അതായിരുന്നു നമ്മുടെ റിഹേഴ്സൽ ടൈം. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് എവിടെയോ ഒരു ക്യാരക്ടർ കണ്ടുപിടിച്ചിട്ട് ഇരിക്കുന്ന ഒരു സ്പേസിൽ ഐ എം ഹാവിങ് സോ മച്ച് ഫൺ. ഓരോ സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോഴും ഇറ്റ്സ് എ പാർട്ടി ഫോർ മീ. ഏറ്റവും ഫ്രീ ആയിട്ട് അങ്ങനെയൊന്നും നമ്മൾക്ക് സിനിമയിൽ അങ്ങനെ കാസ്റ്റ് ചെയ്യപ്പെടാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ജോയിലാണ് അപ്പോൾ ഈ കുട്ടികളുടെ കൂടെ ആസ് മച്ച് ഫൺ ഓൺ സ്റ്റേജ് എന്നുള്ളൊരു തോട്ടിൽ മാത്രമാണ്, വെരി നോട്ട് ആക്ടർ ബ്രെയിനിലാണ് ഞാൻ കയറാറ്. ആൻഡ് ഇറ്റ്സ് ബിൻ എ പ്ലെഷർ ടു പ്ലേ തുമ്പി. വേറെ ഒന്ന് ചോദിക്കട്ടെ, അതായത് നമ്മൾ എല്ലാ സ്റ്റേജിലും ഒരേപോലെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ. കാരണം എല്ലാ സ്റ്റേജിലും നമ്മൾ ഒരേ ഇമോഷൻസ് ആണ് കൊടുക്കുന്നതെങ്കിലും അത് അങ്ങനെ തന്നെ
ആളുകളിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ തന്നെ 6 പ്ലേ നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 8 ഷോ കംപ്ലീറ്റ് ചെയ്തു. ആ 8 ഷോയും മാക്സിമം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇറങ്ങി വന്നു കഴിയുമ്പോൾ സെയിം സാറ്റിസ്ഫാക്ഷൻ ആണോ ഉണ്ടായിട്ടുള്ളത്? സെയിം സാറ്റിസ്ഫാക്ഷൻ എല്ലാ 8 ഷോയിലും ഉണ്ട്. ബട്ട് എല്ലാ 8 പെർഫോമൻസും വേറെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിച്ച് ഇസ് ദ ജോയ് ഓഫ് തിയേറ്റർ. അത് ഒരു ഷോ ഒരിക്കലും അടുത്ത ഷോ പോലെ ആവില്ല. അത് അതിന്റെ പ്രശ്നമാണ്, അതിന്റെ സന്തോഷം അത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ, നമുക്കൊക്കെ ഒരേ ഷോ അല്ല ഒരിക്കലും. അപ്പോൾ ഒരു ഓഡിയൻസ് വന്ന് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് തിയേറ്റർ. അപ്പോൾ അതിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരുമ്പോൾ വേറൊരു ഷോ തന്നെയാണ് വരുന്നത്. അതിപ്പോൾ ഞങ്ങൾക്കും ഇപ്പോൾ ഞങ്ങളിപ്പോൾ we've been performing ഇപ്പോൾ 8ാമത്തെ പ്രാവശ്യം ലാസ്റ്റ് സ്റ്റേജ് ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് ഇത്രയും കാലം നമ്മളിത് ചെയ്തിട്ട് ഇത് നമ്മൾ കണ്ടുപിടിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ലൈൻ നമ്മൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞേ. അപ്പോൾ ഇറ്റ്സ് എ നോൺ സ്റ്റോപ്പ് നെവർ എൻഡിങ് ഡിസ്കവറി. ആൻഡ് അതിൽ തന്നെയാണ് നമ്മുടെ ഈ ജോയ് കണ്ടെത്തുന്നതും അതിൽ തന്നെയാണ്. ശാന്തിയിലേക്ക് വരികയാണെങ്കിൽ തിയേറ്റർ എന്ന് പറയുന്നത് പുതിയൊരു സാധനമേ അല്ല, റൈറ്റ്? ബട്ട് ഇവരുടെ ടീം എന്ന് പറയുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിനും ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ നിങ്ങളെല്ലാവരും ഇതിൽ വന്നതിനും മാത്രമല്ല അതിന് പുറത്തുള്ള സൗഹൃദങ്ങളുണ്ട്. അപ്പം ഈ സൗഹൃദത്തെ ബൈ ബൈ ബൈപാസിലൂടെ എങ്ങനെ കാണും? ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ഫൗണ്ടേഷൻ ഓഫ് എവറി പ്ലേ ദാറ്റ് വി ഹവ് ഡൺ ടുഗദർ. അതായത് റോഷൻ പറയാറുണ്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നാടകം ചെയ്യാൻ തുടങ്ങിയതാണ്, അങ്ങനെയാണ് നാടകമായി വന്നതെന്ന്. ബേസിക്കലി തിയേറ്റർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ലക്ഷറി ഇസ് ദ ലക്ഷറി ഓഫ് ടൈം വിച്ച് യു ഡോണ്ട് ഗെറ്റ് ഓൺ എ ഫിലിം സെറ്റ്. നമ്മൾ കുറച്ച് നാൾ ഒരു ഫിലിമിലെ എല്ലാ ക്യാരക്ടേഴ്സും ഒരുമിച്ച് ഉണ്ടാവില്ല, അവരവരുടെ സീൻസിനുള്ള സമയത്താണ് വരിക. അപ്പോൾ ഒരു സെൻസ് ഓഫ് ബോണ്ടിങ് ഉണ്ടാകുന്നത് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ള തിയേറ്റർ സ്പേസസിലാണ്. കാരണം നമ്മൾ റിഹേഴ്സൽ തുടങ്ങിയപ്പോൾ മുതൽ എല്ലാവരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫോർ 3 months യു സീയിങ് എവറിബഡി എവറി ഡേ. ഇപ്പോൾ ശരിക്കും നിൽജോളിന്റെ ഹസ്ബൻഡ് ഞങ്ങളെ കളിയാക്കാറുണ്ട്, ഇത് അംഗൻവാടിയാണെന്ന് പറഞ്ഞിട്ട്. അതായത് കുറെ പേര് പോകുന്നു, കഞ്ഞിയും കറിയും കളിക്കുന്നു, ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കുന്നു. ഞാനത് നിൽജ പറഞ്ഞത് ഓർമ്മയുണ്ട്. അതായത് അച്ഛനും അമ്മയും അല്ലേ, നമ്മള് അച്ഛനും അമ്മയും കളിക്കുന്നത് പോലെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്കൊരു സ്നാക്ക് ടൈം ഉണ്ട്. പിന്നെ ഈ പിള്ളേർ കളിക്കുമ്പോ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ അടക്കുക. പിന്നെ ഇതിനെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്തിരുന്നത് ദർശനയാണ് എന്നുള്ളൊരു ഏറ്റവും കൂടുതൽ വഴക്കം ഉണ്ടാക്കിയത് ആരാന്ന് ചോദിക്കും. ഞാൻ 2 സൈഡിലും കളിക്കുന്നതാണ്. ഞാൻ അടി ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ ഭയങ്കര അടിയായെന്ന് അറിയുമ്പോ ഞാൻ കുറച്ചൊരു ടീച്ചർ കളിക്കും. ആണോ? എന്റെ ജീവിതത്തിൽ 7 മിനിറ്റ് നഷ്ടപ്പെട്ടു. ഒരു ടെക്കിന്റെ അന്ന് ഭയങ്കര അലമ്പ് കാണിക്കുന്ന ഒരു ദിവസം അവിടെ പല പ്രശ്നങ്ങളും നടക്കുന്നതിന്റെ ഇടയ്ക്ക് നിൽജ ഇതൊന്നും അറിയാതെ കലവില കൂട്ടിക്കൊണ്ട് നടക്കായിരുന്നു. ഞാൻ കൂട്ടിക്കൊണ്ട് ഒരു കോർണറിൽ ഇരുത്തി 7 ഇത് എന്തോ 23 അങ്ങാണ്ടായിരുന്നു, 30 ആവുന്നത് വരെ മിണ്ടാണ്ടിരുന്ന മിഠായി തരാന്ന് അങ്ങാണ്ട് പറഞ്ഞു. ആ 7 മിനിറ്റിൽ സങ്കടം വന്ന് വിഷമായി. ഞാൻ എല്ലാവരോടും സോറി പറയേണ്ടി വന്നു നിൽജനെ മിണ്ടാണ്ട്. ഞങ്ങളുടെ അമ്മച്ചീനെ കഷ്ടപ്പെടുത്തിയല്ലേ അമ്മച്ചി. എന്തോ പെർഫോമൻസ് ആയിരുന്നു. ലൈക്ക് ആ സൗണ്ട് മോഡുലേഷൻ ഒക്കെ, ആ ഒരു മോണോലോഗ് സാധനം ഉണ്ടായിരുന്നില്ലേ? യു ഡിഡ് ബ്രില്യന്റ്. ഭയങ്കര രസം ഉണ്ടായിരുന്നു. പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് ഇത്രയും ഇന്റർവ്യൂസ് കൊടുത്ത് ഇത്രയും ആളുകളുടെ അപ്രിസിയേഷൻസ് കിട്ടി, അങ്ങനെ ഒരു ഓവർവെൽമിങ് സാധനത്തിലാണ് നിങ്ങളുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ എക്സ്പീരിയൻസ് പറയൂ അമ്മച്ചിയുടെ. എന്നെ സംബന്ധിച്ച് ഇതെന്റെ ഫസ്റ്റ് നാടകമാണ്. ഫസ്റ്റ് നാടകം ഇപ്പം നമുക്ക് 8 സ്റ്റേജിൽ എന്താ പറയുക പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ മുന്നേ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, പിന്നെ മുമ്പ് കഥാപ്രസംഗം പോകണം, അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷേ നാടകം ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ തുടക്കം മുതൽ ഇത് ഒരുമിച്ച് കൂടി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊന്നും എനിക്കറിയില്ലായിരുന്നു ഇത് പെർഫോം ചെയ്യുമ്പം സ്റ്റേജിൽ എങ്ങനെയായിരിക്കും ഇതൊരു ഫസ്റ്റ് ഷോ നമ്മൾ ചെയ്ത് കഴിയുമ്പം. അല്ലെങ്കിൽ അപ്പോൾ ആദ്യത്തെ സീനിലൊക്കെ വന്നിട്ട് ഇവരുടെ സീനാണല്ലോ, അത് കണ്ട ആളാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആൾക്കാർ ചിരിയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറയുന്നത് നമ്മളിങ്ങനെ കേൾക്കുമല്ലേ നമ്മൾ ഇവരുടെ ഒരു. അപ്പം എന്താ പറയുക, ആളുകളുടെ ഓരോ റിയാക്ഷനും ഞങ്ങൾക്കൊപ്പം അവർ വിഷമിക്കുന്നതിൻ്റെ ഒരു നിശ്വാസവും എല്ലാം, അതിൻ്റെ ഒരു ഫീല് നമുക്ക് അവിടെ ലൈവായിട്ട് കിട്ടിക്കൊണ്ടാണ് നമ്മളവിടെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷോ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐവത്തിലേക്ക് ഇങ്ങനെ ഇതെന്തൊക്കെ സംഭവിച്ചത്, എല്ലാം ഇതിനെ കൂടെ ഇങ്ങനെ പോയിരുന്നു. അന്ന് എന്നെ മീറ്റ് ചെയ്ത പല ആൾക്കാരെ ഞാൻ പിന്നെ ഓർത്തെടുത്തേ ഇവര് വന്നായിരുന്നു, എനിക്ക് പറ്റിയത്. എന്നിട്ട് ഞാൻ പിന്നെ അവർക്ക് നിങ്ങൾ വന്നായിരുന്നു ചോദിച്ചു, ഞാനും ചോദിച്ചു, ഞാനും. സോ എന്താ പറയണ്ടേ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, മാജിക്കൽ എക്സ്പീരിയൻസ്.
ഇത് ശരിക്കും എന്നെ സംബന്ധിച്ചൊരു മാജിക് തന്നെയായിരുന്നു. ആൻഡ് ഇപ്പോൾ ഒരു 2 സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു, അടുത്ത സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ റിഹേഴ്സൽ ചെയ്യുമ്പോൾ വീണ്ടും റോഷൻ ഇങ്ങനെ മിനുക്ക് പണികൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഓരോ കുഞ്ഞു ചേഞ്ചസ് അല്ലെങ്കിൽ കുഞ്ഞു മിനുക്ക് പരിപാടികൾ നടത്തുമ്പോൾ അന്നേരം വേറൊരു സംഭവം അവിടെ ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ശരിക്കും ഞാനത് വിറ്റ്നസ് ചെയ്യുന്നത്, അത് ഫീൽ ചെയ്യുന്നത് ഭയങ്കര സോ ഗ്രേറ്റ്ഫുൾ. ഇങ്ങനെ ഒരു ടീമിൻ്റെയും ഇങ്ങനെ ഒരു നാടകം ചെയ്യാൻ പറ്റിയതിൻ്റെ ഒക്കെ ഒരു ഭാഗമായതിൽ ഐ എം സോ 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 ഗ്രേറ്റ്ഫുൾ. ബ്യൂട്ടിഫുൾ. ആൻഡ് ഇന്നാച്ചി എന്നാ ഉണ്ട് വിശേഷം? ഇന്നാച്ചിയാണ് പ്ലേയിൽ മൊത്തം കട്ട 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 കട്ടാന്ന് പറഞ്ഞ് നിന്നോണ്ട് അതെ അതെ എല്ലാത്തിനും കൂട്ടുണ്ടായിരുന്നത്. ഷൂട്ട് ചെയ്യാൻ, പന്തറിയാൻ, എന്തൊക്കെയായിരുന്നു. പറയൂ ഇന്നാച്ചി, എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് ഈ 8 ഷോസ് കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ എന്താ തോന്നി? ആക്ച്വലി ഇപ്പൊ ഇതിനെപ്പറ്റി എല്ലാം സംസാരിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അപ്പൊ ഞാനിങ്ങനെ ഞാനപ്പോ 10 ദിവസമായി നമ്മുടെ കഴിഞ്ഞ ഷോ കഴിഞ്ഞിട്ട്. അപ്പൊ ഞാനിങ്ങനെ വാവ് എനിക്ക് ഒത്തിരി സമയമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് റിലാക്സ് ഒക്കെ ചെയ്ത് അങ്ങനെ ലൈഫ് വേറെ രീതിയിൽ എൻജോയ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇതെല്ലാം പറഞ്ഞപ്പോ ഒരു വിഷമം. എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അല്ല, ഇലാബറേറ്റ് ചെയ്യാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു സ്ഥലം കാണാൻ വന്നിട്ട് ആളെ കൂട്ടിക്കൊണ്ട് വന്ന അല്ലേ? സ്ഥലം എടുക്കാതെ ചോദിക്കുന്ന പോലെ അതെ അങ്ങനെ പോകുന്ന ഒരാളാണ്. എന്താണ് ഏതാണെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നു അന്ന്? ഇല്ലില്ല, ഞാൻ പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ആണ് റിഹേഴ്സലിന് പോയത്. ഇതാണ് സംഭവം എന്ന് കേട്ടു. ഇതിനെ എങ്ങനെ നമ്മൾ ചെയ്യും എന്നുള്ള കൺഫ്യൂഷനോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. യു ജസ്റ്റ് സെഡ് യെസ്. നാടകം ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ചെന്നു. പിന്നെ ഓരോ ദിവസവും നമ്മളെ ഓരോ എക്സസൈസുകളും ഇംപ്രൊവൈസേഷൻ. അപ്പൊ ചിലത് ഞാൻ ഇതെന്താണ് ഈ റോഷൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കും. ചോദിച്ചിട്ടുണ്ടോ? അതെ അതെ, ആലോചിക്കുന്ന എല്ലാവർക്കും കാണാറുണ്ട്. അതായത് പ്രശ്നം. ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇതെന്താ? ഇല്ലില്ലേ, ചോദിച്ചൊന്നുമില്ല. എല്ലാം എന്റെ മുഖത്തുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആലോചിക്കുമായിരുന്നു. അപ്പം ബേസിക്കലി എനിക്ക് ആ ഒരു സൂംഡ് ഔട്ട് വ്യൂ ഇല്ലല്ലോ. ഞാൻ നമ്മൾ തരുന്ന എക്സസൈസുകൾ ചെയ്യുന്നു, അങ്ങനെ ഒരു കണക്ഷൻ എൻ്റെ തലയ്ക്കകത്തില്ല. ബേസിക്കലി ഷോ ഒക്കെ കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ആദ്യം എക്സസൈസുകളെ ഓരോ ഗെയിംസ് ഒക്കെ ചെയ്ത് അല്ലെ ഇംപ്രോവ് ചെയ്ത് ആദ്യമായിട്ടുണ്ടാക്കിയ സീനും ലാസ്റ്റ് ഷോയിൽ വന്ന സീനും എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. അത് റോഷൻ ഭയങ്കര അടിപൊളിയായിട്ടായിരുന്നു ഇങ്ങനെ നമ്മളറിയാതെ അതിലേക്ക് നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്ത് അതിങ്ങനെ റിഫൈൻഡ് ആക്കി അവിടെ എത്തിയത്. സോ ഒരു മാലയിലെ മുത്തുകൾ പോലെ നിങ്ങളെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കോർത്തിടുന്നതില് അതെ പ്രോസസ് ഭയങ്കര അടിപൊളിയായിരുന്നു. മുത്തുകൾ എന്ന് വിളിച്ചതിൽ മാത്രം എനിക്ക് വിളിക്കാതെ നിവർത്തിയില്ല. ശാന്തി, ബൈ ബൈ ബൈപ്പാസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലേയിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഈ ഹോൾ പ്രാക്ടീസും ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ, വീട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു സ്പേസിൽ ചെന്നിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തായിരിക്കും ആദ്യം തോന്നുക? എന്താണ് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നത്? എനിക്ക് ആക്ച്വലി മോസ്റ്റ് കൺസിസ്റ്റന്റ് ഫീലിംഗ് ഇസ് ഗ്രാറ്റിറ്റ്യൂഡ്. കാരണം ഒരു ഇത്രയും കാലം ഇത്രയും ടാലൻറ്റഡ് ആർട്ടിസ്റ്റിനൂടെ എല്ലാ ദിവസവും വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ യു ആർ പോളിഷിങ് യുവർ സ്കിൽ സെറ്റ് എവറി ഡേ. നമ്മളത് കളിച്ച് ചിരിച്ച് വി ആർ ഹാവിങ് എ ലോട്ട് ഓഫ് ഫൺ, ബട്ട് വി ആർ ഓൾസോ ലേണിംഗ് അലോങ് ദ വേ. അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. And that is what I always feel, this overwhelming sense of gratitude that there is a group like this, that we all bring out the best in each other in one way or the other. And the biggest takeaway has been the group. ഒരു sense of solidarity ഉണ്ട്, and everyone is really rooting for everybody else. Everyone is invested in everybody else's well-being. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഗുഡ് ഫോർച്യൂൺ തന്നെയാണ്. ബൈ ബൈ ബൈപ്പാസിലെ കംപ്ലീറ്റ് ടീം നമ്മളോടൊപ്പം ഇല്ല, പക്ഷേ എല്ലാവർക്കും വേണ്ടി നിങ്ങളെ ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുകയാണ്. നമ്മുടെ അന്വേഷണം പറയുക ഇനിയും ഒരുപാട് നല്ല പ്ലേസുമായിട്ട് ബിഗ് സ്ക്രീനിലും തിയേറ്ററിലും കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷിംഗ് യു എ ഫെന്റാബുലസ് ഡേ. Thank you so much. Thank you. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.